ഹലോ, കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മാങ്ങ ഇട്ടിട്ടുള്ളൊരു മീൻകറിയാണ്. ചാളയാണ് ഞാനിതിനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ശബരിമലയ്ക്ക് പോണ നാളിലുള്ള ചാള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് കിട്ടുന്ന ചാള മാങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചാള ശരിക്കും മുട്ടയുള്ള ചാള വരുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുക. പിന്നെ ടേസ്റ്റ് വരുന്നത് വറുക്കുമ്പോൾ നെയ്യുള്ള ചാള വറുക്കണം. ഇന്ന് നല്ല പച്ച ചാള കിട്ടിയായിരുന്നു. നമ്മുടെ ഫോട്ടോശിയിലൊക്കെ ജങ്കാർ വന്നെടുക്കുമ്പോൾ ചാളയുടെ ഒരു ചാകര ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ നമ്മൾ വാട്സാപ്പിലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഇഷ്ടംപോലെ പച്ച ചാള കിട്ടുന്നുണ്ട്. എൻ്റെ നാട്ടിൽ മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. അപ്പോൾ ഈ ചേട്ടൻ കടലിൽ പോയിട്ടാണ് ചാള കൊണ്ടുവരാറുള്ളത്. മിക്കവാറും ചാളയും അയിലയും ചെറിയ പൊടിമീനെ മാത്രമേ ഈ ചേട്ടൻ എടുക്കാറുള്ളൂ. വേറെ വലിയ വലിയ മീനുകളൊന്നും കൊണ്ടുവരാറില്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് ഇങ്ങനത്തെയുള്ള ചെറിയ മീനുകളാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് കിട്ടിയ ചാളയും നല്ല പച്ച ചാളയാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റുമല്ലോ ചാള. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറൊക്കെ പൊട്ടി ആകെ ചീഞ്ഞളിഞ്ഞിരിക്കും. നമുക്ക് കറി വെച്ചാലും അത്ര ഗുണം തോന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പച്ച ചാള വാങ്ങിയിട്ട് വെക്കാം. അപ്പോൾ ഇത്തവണ ഞാൻ കുറച്ച് അധികം ചാള മേടിച്ചായിരുന്നു. 50 രൂപയ്ക്ക് ഞാൻ ആദ്യം മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്തൊരു 30 രൂപ കൂടി ഉണ്ടായിരുന്നു. ഞാൻ അതും കൂടി കൊടുത്തിട്ട് 80 രൂപയ്ക്ക് ചാള മേടിച്ചു. പാതി വെക്കാം, പാതി വറുക്കാം. പാതി വെപ്പാൻ, പാതി വറുപ്പാൻ. മീൻ വെട്ടാനായിട്ട് നല്ലത് കത്രികയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കത്രികയില്ലേ, ഇങ്ങനെ കളറൊന്നും കണ്ടിട്ട് പേടിക്കേണ്ട. ഒരു 4-5 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടബിളാണ് ഈ കത്രിക. അതുപോലെ തന്നെ നല്ല മൂർച്ചയുണ്ട്. ഇത്രയും വർഷമായിട്ടും എൻ്റെ കയ്യിൽ നശിച്ചൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ കത്രിക സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ 2 കത്രിക മേടിച്ചിട്ടും അതിങ്ങനെ ഇരുന്ന് ചീത്തയായി പോയി. ഞാനത് അധികം ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ടായിരിക്കും. ഈ കത്രിക എൻ്റെ ഫേവറേറ്റാണ്. നമുക്ക് ആദ്യം തന്നെ കത്രിക കൊണ്ട് മീത്തിൻ്റെ ചെതമ്പൽ ഇങ്ങനെ കത്രികയുടെ സൈഡ് കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ ചെതമ്പൽ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ മുള്ളൊക്കെ വെട്ടിക്കളയാം. പെട്ടെന്ന് കഴിയുന്ന പരിപാടിയാണ്. പിന്നെ നമുക്ക് തല വെട്ടി മാറ്റാം. വയറ് കീറുമ്പോൾ നന്നായിട്ട് അങ്ങേയറ്റം വരെ വിടുന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ വെട്ടാൻ ശ്രമിക്കുക. അതിൻ്റെ ഉള്ളിൽ കുടലൊക്കെ എടുത്ത് കളയാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് വേഗം വെട്ടിയെടുക്കാം. അപ്പോൾ ഈ ചാള വെട്ടിയ തല തിന്നാൻ വേണ്ടി നമ്മുടെ അപ്പുക്കുട്ടൻ വന്നിരിപ്പുണ്ട് കേട്ടോ. അപ്പുക്കുട്ടന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമായിട്ടുണ്ടാവും. നാടൻ പട്ടിയാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ, അതായത് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചെറിയൊരു അമ്പലം പോലെയുണ്ട്. അതിൻ്റെ അടുത്തുനിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. 2-3 പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇവനെ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ പുറകെ എപ്പോഴും ഇങ്ങനെ ബോബനമോളിയുടെ പട്ടിയുടെ പോലെ എൻ്റെ പുറകെ ഇങ്ങനെ ഉണ്ടാകും പുള്ളി. രാവിലെ ഞാൻ പോകുമ്പോൾ എന്നെ ചുട്ടിക്കൊണ്ടൊന്നാക്കി തരും. അപ്പോൾ അപ്പുക്കുട്ടന് ചാളത്തല ഭയങ്കര ഇഷ്ടമാണ്. വേറെ മീനൊക്കെ വാങ്ങുമ്പോൾ പുള്ളിക്കാരന് അത്ര ഇഷ്ടമില്ല. ചിലപ്പോൾ അയിലേക്ക് മേടിച്ചുകൊണ്ട് വരുമ്പോൾ പുള്ളിക്ക് അത്ര ഇഷ്ടമില്ല. ഈ ചാള വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പുള്ളി വന്നിട്ട് ഇത്രയും ചാളയുടെ തല മുഴുവൻ തിന്നാൻ പറ്റുമെങ്കിൽ പുള്ളി അത് മുഴുവൻ തിന്നും. പിന്നെ അപ്പുക്കുട്ടൻ്റെ ബാക്കിലിരിക്കണ കാക്കയില്ല. കാക്ക ഇവിടെ തന്നെ ഒരു പുന്നമരം ഉണ്ട്. ആ പുന്നമരത്തിൽ കൂട് വെച്ചിട്ടുണ്ട്. അതിലൊരു കാക്കക്കുഞ്ഞുണ്ട്, ഒരു കുയിലിൻ്റെ കുഞ്ഞുണ്ട് കേട്ടോ. തീറ്റ കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കുയിലിൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ട് വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഈ പറമ്പിലെ തന്നെ കാക്കയാണ്, നമ്മുടെ പറമ്പിലെ സ്വന്തം കാക്ക. അപ്പോൾ ഞാനങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് വേഗം വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിത് തേച്ച് കഴുകാൻ തുടങ്ങാം. എൻ്റെ ഈ ചട്ടി കണ്ടോ, ഈ ചട്ടി ഒരു സാമാന്യ വലിയ ചട്ടിയാണ്. ഈ ചട്ടിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്ടിക്ക് ഇത്തിരി അരം കൂടുതലാണെന്ന് പറയും. അതായത് നമ്മൾ കൈവച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലിങ്ങനെ പൊങ്ങിയും താഴ്ന്നുള്ള ഭാഗങ്ങളുണ്ടാകും. അപ്പോൾ ഈ ചട്ടി മിക്കവാറും ഇങ്ങനെ എടുക്കുന്നത് മീൻ കഴുകാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത്. നമ്മളിങ്ങനെ മീൻ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ മീനിൻ്റെ ചെതമ്പൽ പോകാൻ പെട്ടെന്ന് സഹായിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ചട്ടി നോക്കി നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് മീൻ ഇട്ടിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അതിൻ്റെ ചെതമ്പലൊക്കെ ഇങ്ങോട്ട് പോന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ഒരു പ്രാവശ്യം കാണിച്ച് കഴിയുമ്പോഴേക്കും ആ വെള്ളം ചാളയിൽ ഇത്തിരി വെള്ളം കോരി ഒഴിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം. ആ വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടിയിലേക്ക് വീണ്ടും മീനിട്ടിട്ട് 2ാമത്തെ പ്രാവശ്യം ഒന്നും കൂടി ഇതുപോലെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം കൂടി ആകുമ്പോഴേക്കും ഇനി വല്ല ചെതമ്പലൊക്കെ പോകാനുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മീനിൻ്റെ പുറത്തൊരു വഴുവഴുപ്പില്ലേ, ആ സംഭവം ഇങ്ങനെ നമ്മൾ തേക്കുമ്പോൾ പൊക്കോളും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 3ാമത്തെ പ്രാവശ്യം ഇത്തിരി ഉപ്പിട്ട് കഴുകുകയാണെങ്കിൽ, അതുപോലെ ഉപ്പിട്ടിട്ട് ഇങ്ങനെ തേക്കുകയാണെങ്കിൽ മീത്തിന് നല്ല നിറം കിട്ടുകയും ചെയ്യും. അതുപോലെ എന്തെങ്കിലും ഒരു മുഷിക്കുമാണ് ഫീൽ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കുകയാണെങ്കിൽ ചാള ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കും, അതായത് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല എന്ന് പറയുന്ന ആൾക്കാർക്കും ആ സ്മെല്ലൊന്നും തോന്നാത്ത വിധത്തിൽ നല്ല ഫ്രഷായിട്ട് മീൻ കിട്ടും. അപ്പോൾ നമുക്കിനി ഉപ്പിട്ടൊന്ന് തേച്ച് കൊടുക്കാം.
അപ്പോൾ എൻ്റെ നാട്ടിൽ മീൻ കൊണ്ടുവരുന്ന ചേട്ടൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. ഈ ചേട്ടൻ കടപ്പുറത്ത് പോയിട്ട് മീൻ നേരിട്ട് മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഒരു 12 മണിയാവും പുള്ളി ഏകദേശം പെരുമ്പള സൗത്ത് ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴേക്കും. നല്ല പച്ച ചാളയായിരിക്കും കൊണ്ടുവരുന്നത്. പച്ച ചാള, പച്ച അയില, ആ ചാള അയിലായിരിക്കും സ്ഥിരം കൊണ്ടുവരുന്നത് കേട്ടോ ചേട്ടൻ. പിന്നെ വല്ലപ്പോഴൊക്കെ പൊടിമീനും കൊണ്ടുവരും. വലിയ മീനുകളൊന്നും കൊണ്ടുവരാറില്ല. അങ്ങനത്തെ മീനുകളൊന്നും ഇവിടുത്തെ ആൾക്കാരങ്ങനെ അധികം മേടിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചാളയും അയിലയും ആ ചേട്ടൻ്റെ അടുത്ത് സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ ഈ രാജേന്ദ്രൻ ചേട്ടൻ്റെ പേര് വെച്ചിട്ട് നമുക്കൊരു PSC ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ രാജേന്ദ്രൻ ചേട്ടൻ്റെ കാര്യം പ്രത്യേകം പറയണത്. അതായത് PSCയിലൊരു ചോദ്യമുണ്ട്, വർഷങ്ങളായിട്ട് PSCയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്ന ചോള രാജാവ് ആരാണെന്ന് ചോദിക്കും. അതിൻ്റെ ഉത്തരം നോക്കിക്കഴിയുമ്പോഴേക്കും നമ്മൾ പഠിച്ചതുപോലെ മറന്നു പോകുന്നൊരു കാര്യമുണ്ടാവും. അപ്പോൾ നമ്മുടെ പെരുമ്പളത്ത് മീൻ വിൽക്കുന്ന രാജേന്ദ്രൻ ചേട്ടൻ കടലിൽ പോയിട്ടാണ് ചാള മേടിച്ചുകൊണ്ട് വരുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കടലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗയാണെന്ന് വിചാരിക്കുക. അപ്പോൾ രാജേന്ദ്രൻ ചേട്ടൻ ഗംഗയിൽ പോയിട്ടാണ് മീൻ പിടിച്ചുകൊണ്ട് വരിക, അല്ലെങ്കിൽ ചാള പിടിച്ചുകൊണ്ട് വരിക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒരിക്കലും മറക്കില്ല. ഗംഗൈ കൊണ്ട ചോളൻ, ചോളൻ എന്നിടത്ത് ചാള എന്ന കാര്യം ഓർക്കുക. ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്ന ചോള രാജാവ് ആരാണ്? രാജേന്ദ്ര ചോളൻ. അപ്പോൾ പെരുമ്പളത്തുകാർക്ക് എന്തായാലും കറക്റ്റായിട്ട് ഉത്തരം ഓർമ്മിച്ചിരിക്കാൻ പറ്റും. നമ്മുടെ രാജേന്ദ്രൻ ചേട്ടനെ കാണുമ്പോഴേക്കും ഇതിങ്ങനെ ഓർത്തുകൊണ്ടിരുന്നതിന് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഇത് പോകില്ല. ഒരു പ്രത്യേക കാര്യം കൂടി, നമ്മൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ചാളയുടെ വയറിൽ നിന്ന് തുറന്നു നോക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ചെറിയ കുടലുകളും അതായത് ചെറിയ കറുപ്പ് പാടുകളും കാണാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് അത് ഒന്നും കൂടി ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഒരു പാത്രത്തിലേക്ക് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് വയറ് മാത്രമായിട്ട് എല്ലാത്തിൻ്റെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ചാളക്കറി വെക്കുമ്പോഴേക്കും വല്ലാത്തൊരു മുഷിക്ക് മണവും ചെളിയുടെ ചൊവയൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും മുളകൊക്കെ എടുക്കണ്ടേ? ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 10-15 ഉള്ളിയാണ്. നല്ല വിലയാണ് ഉള്ളിക്ക്. അപ്പോൾ ഒരു ഉള്ളിക്ക് ഒരു 3-4 രൂപ വെച്ചിട്ട് കൂട്ടി നോക്കി ഒരു 10-15 ഉള്ളിക്ക് എത്ര രൂപയാവുമെന്ന്. അതുപോലെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മുടെ മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ ഇപ്പോൾ സമയത്തൊക്കെ കടയൊക്കെ വാങ്ങാൻ കിട്ടും. ഈ സമയത്തൊന്നും മാങ്ങയുടെ സീസൺ അല്ലെങ്കിൽ പോലും കടയിൽ പച്ചമാങ്ങ വാങ്ങാൻ കിട്ടും. അപ്പോൾ പക്ഷേ നിറം വ്യത്യാസമൊക്കെ ഉണ്ടാവും. നമ്മുടെ സാധാരണ മാങ്ങയുടെ സീസണിൽ ഉണ്ടാവുന്ന മാങ്ങയുടെ നിറമായിരിക്കില്ല ഇപ്പോൾ കിട്ടുന്ന മാങ്ങക്ക്. പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങയാണ്. ഞാൻ ഈ കാണുന്ന അരമുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ തേങ്ങ കരക്കുന്നത് ആ രീതിയിൽ തേങ്ങ എടുക്കാം കേട്ടോ. കൂടുതലെടുക്കണമെങ്കിൽ കൂടുതലെടുക്കാം, കുറവെടുക്കണമെങ്കിൽ കുറവെടുക്കാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി നമ്മുടെ പഴയ രീതിയിലുള്ള കല്ലിൽ വെച്ച് ചതക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ സ്ലാബിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഇരുമ്പിൻ്റെ മറ്റേ സംഭവമില്ലേ, ഇതിൻ്റെ അടിയിലുള്ള ആ സംഭവം കൊണ്ടുവന്ന് വെച്ച് ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ലാബ് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയാണിത്. നമ്മുടെ പലക എടുക്കുക, പലകയുടെ പുറത്ത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഈ ചെറിയ അമ്മിക്കല്ല് കൊണ്ട് ഇടിച്ച് കല്ലിൽ ചതക്കണ പോലെ തന്നെ ചതച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇടയ്ക്ക് ഉള്ളിയുടെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉള്ളിക്ക് ഒരു 3 രൂപ വെച്ച് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 രൂപയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തെറിച്ച് പോണത് അല്ലേ. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു. എൻ്റെ അടുത്തൊരു കുഞ്ഞ് ചട്ടിയാണുള്ളത്. 1/4 കിലോ മീൻ കറക്റ്റായിട്ട് വേകും. അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി അതിലേക്ക് ഇടാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് പുളി പിടിക്കാൻ ഇതിനു വേണ്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ഈ മാങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. അതായത് മാങ്ങക്ക് കുറച്ച് വേവ് കൂടുതലായിരിക്കും മിക്കവാറും, കല്ല മാങ്ങയൊക്കെയല്ലേ, അപ്പോൾ ഒത്തിരി വേവ് കൂടുതലായിരിക്കും. മാങ്ങ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് പുളി ബാലൻസ് ചെയ്യാൻ വേണ്ടിയും മാങ്ങയും
കുടംപുളിയും തമ്മിൽ ചേരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കാം. അതായത് സാധാരണ കറിക്ക് ഒരു 3 കഷ്ണം കുടംപുളി ഇടുമെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം കുടംപുളി മതി മാങ്ങ ഇട്ട് വെക്കുമ്പോൾ ഇടാനായിട്ട്. കുടംപുളി നിർബന്ധമാണ്. കുടംപുളി ഇട്ടെങ്കിലേ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മാങ്ങ ഇട്ട് മാത്രം മീൻകറി വെച്ച് കഴിഞ്ഞാൽ അത് മീൻകറിയുടെ ചാറിന് ഒരു തെളിവായിരിക്കും, കുറച്ചും കൂടി ഇതിന് തെളിഞ്ഞ് നിൽക്കുന്ന ചാറായിരിക്കും. അതുപോലെ എല്ലാവർക്കും മാങ്ങയുടെ പുളി മാത്രമായിട്ടുള്ള ഇഷ്ടമാവില്ല. കുടംപുളിയുടെ പുളിയും കൂടി ഉണ്ടെങ്കിൽ അതിനൊരു യോജിപ്പുണ്ടാവുള്ളൂ, ഒരു ടേസ്റ്റും കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങയും കുടംപുളിയും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ പുളി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാലാണ്. ഞാൻ പറഞ്ഞില്ലേ, അരമുറി തേങ്ങയുടെ പകുതി അത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിക്കുക. ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ വലിയ തുളയുള്ള അരിപ്പയിലാണ് നമ്മൾ ഇതിലേക്ക് അരിച്ചൊഴിക്കണമെങ്കിൽ നമ്മൾ കല്ലിൽ അരച്ചിട്ടുള്ള അതേപോലെ തന്നെ ചാറിരിക്കും. അപ്പോൾ ഈ തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നോക്കാം. ചെറുതായിട്ട് തിളച്ച് വരണം, അല്ലാണ്ട് നന്നായിട്ട് തിളക്കരുത്. ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നോക്കുക. ഒരു പിടി മുന്നിൽ ഉപ്പ് നിൽക്കുകയാണെങ്കിൽ ആ മീനും കൂടി ഇടുമ്പോൾ നല്ല കറക്റ്റായിട്ട് വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കാം. ചാള കറക്റ്റായിട്ട് അതിൽ മുങ്ങിക്കിടക്കണം, അത്രയും വെള്ളമാണ് നമുക്ക് ഒഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചത് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറഞ്ഞു പോയാലും നമുക്ക് വീണ്ടും ചേർക്കാം. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്ക് ചാള, നമ്മുടെ കയ്യിലുള്ള എത്രയും ചാളയാണോ അത് നമുക്ക് അതിലേക്ക് മുക്കി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ചാളയും അതിൽ കറക്റ്റായില്ലേ? കുറച്ച് ചാള മാത്രം അതിൽ ചാറിൽ മുങ്ങില്ല എന്ന് വെച്ചിട്ട് പേടിക്കേണ്ട. മീത്തിൽ നിന്ന് എപ്പോഴും വെള്ളം ഇറങ്ങും തിളക്കാൻ നേരത്ത്. അപ്പോൾ കറക്റ്റ് ആയിക്കോളൂ. നമുക്കൊന്ന് ഇത് താത്തി വെച്ച് കൊടുക്കാം. ഈ സ്പൂൺ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പതുക്കെ താത്തി വെച്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ടിരിക്കുന്നുണ്ടാവും നമുക്കറിയാൻ പറ്റും. അതായത് വെള്ളം കറക്റ്റാണെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പം അതിൻ്റെ ആ ചാറിൻ്റെ ഒരു സ്ഥിതി കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റില്ല, നല്ല സൂപ്പർ ചാറാണെന്ന്, നല്ല ഗ്രേവിയോട് കൂടിയ ചാറാണെന്ന് മനസ്സിലാവില്ലേ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. മീനൊക്കെ വേവിക്കുമ്പോൾ അധികം നേരം മൂടി വെച്ച് വേവിക്കരുത്. നന്നായിട്ട് തിളച്ച് മീൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൂടിയെടുത്ത് മാറ്റണം. അല്ലെങ്കിൽ അടച്ച് വെച്ച് വേവിച്ച് മീൻ പുഴുകിപ്പോയി എന്ന് പറയും. ആ ഒരു ടൈപ്പിലേക്ക് മീനിൻ്റെ മാംസം ഇങ്ങനെ മാറും. അപ്പോൾ നമുക്കൊരു 5-6 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം ബാക്കി. അതായത് ചാള പോലത്തെ മീൻ, അതായത് ചെറിയ മീനുകളൊക്കെ ആകുമ്പോഴേക്കും ഒരു 5-6 മിനിറ്റത്തെ വേവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് മൂടി വെച്ച് വേവിച്ചിട്ട് നമുക്കിനി മൂടി മാറ്റി കൊടുക്കാം. മൂടി മാറ്റി കൊടുത്തിട്ട് നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് എൻ്റെ വീട്ടിലുണ്ടാകുന്ന വേപ്പിലയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഒരു 2-3 വേപ്പിലയുണ്ട്, 2-3 വേപ്പിൻ തൈ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോന്നത്തിന്ന് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ സ്പെഷ്യലായിട്ട് വേപ്പില എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്നുള്ള വേപ്പില മേടിക്കും കേട്ടോ, കാരണം ചെറിയ ചെടിയാണ്. ഇനി ഈ വേപ്പിലയും കുരുമുളകും കൂടി ഒന്ന് യോജിക്കാൻ വേണ്ടി നമുക്ക് ചാളക്കറി കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ അതിൻ്റെ ചാറ് ഒന്ന് നന്നായിട്ട് പറ്റിക്കോളും അവിടെ നിന്ന്. അപ്പോൾ മൊത്തം ഒരു 10-15 മിനിറ്റ് വേവിച്ചാൽ മതി. മീൻകറിയുടെ അവസാനം ആകുമ്പോഴേക്കും ആ കറി ഒന്ന് ഇളക്കാൻ വേണ്ടി നമ്മൾ സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല എന്നറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു തുണി പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അവസാനമായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ നിർത്താം. ഇനി ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. സ്റ്റൗ നിർത്തിയാലും ഈ ചട്ടിയുടെ ചൂടിൽ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അത് നന്നായിട്ട് ഒന്ന് പറ്റുകയും ചെയ്തോളും. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.